വേക്കിന്റെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു വിഷയം ആര്യനും റെനയും തമ്മിലുള്ള ഇഷ്യൂ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ അവിടെ അനാവശ്യമായിട്ട് അത് ഊതിപ്പെരിപ്പിച്ച് ഒരു വലിയ ഇഷ്യൂ ആക്കി. കാരണം മുനിയിലിന് ലക്ഷ്മിയുടെ മറ്റേ മസ്താനിയുടെ വിഷയത്തിൽ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് ആര്യൻ അതിന് നല്ല രീതിയിൽ ഊരി പിടിപ്പിക്കുകയും വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും നമ്മൾ കണ്ടു. പിന്നെ ആര്യൻ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളൊരു ഗെയിമറാണ്. വളരെ നന്നായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രത്യേക കഴിവ് ആര്യനുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യന്റെ ഒരു ചീപ്പ് ഗെയിമാണ്. ഇപ്പോൾ അനുവിനെതിരെ ആ ചീപ്പ് ഗെയിം നമ്മൾ ഫസ്റ്റ് മൂന്നാമത്തെ വീക്കിലും നാലാമത്തെ വീക്കിലൊക്കെ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്. കാരണം ഇത്രയും ഡേർട്ടി ആയിട്ട് ഗെയിം കളിക്കുന്ന വേറൊരു പ്ലെയർ ബിഗ് ബോസിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അത് ആര്യനാണ്. വളരെ ഡേർട്ടി ആയിട്ടാണ് ആര്യൻ ഗെയിം കളിക്കുന്നത്. കാരണം അവിടെ മുമ്പിൽ വെച്ചിട്ട് അവരെ ഓരോന്നിങ്ങനെ പറഞ്ഞ് തേജോധം ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ റെനയുടെ വിഷയത്തിലാണെങ്കിൽ കൂടി റെനെ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇത് ഉണ്ടാക്കിയതാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വിഷയം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കണ്ടു. അപ്പോൾ ആര്യനെ അവിടെ കിടന്നത് ഭയങ്കര നല്ലവെള്ളം ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വളരെ മോശമായിട്ടുള്ളൊരു ബിഹേവിയർ ആണ് ആര്യൻ്റെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ ഒരു ഗെയിമിംഗ് മെന്റാലിറ്റി, ഒരു ഹ്യൂമാനിറ്റിനെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞതിന്റെ അംശം ഞാൻ ചില സമയത്ത് മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആരും ഇങ്ങനെ പെരുമാറുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. കാരണം ഇമ്മച്ചുവർ ആയതുകൊണ്ടാണ്. ബേസിക്കലി വളരെ മോശം ബിഹേവിയർ ആണ്. അപ്പോൾ ആര്യനെ കുറിച്ച് നല്ല രീതിയിൽ ഇപ്രാവശ്യം മോഹൻലാൽ ഒന്ന് എടുത്തിട്ട് അലക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആര്യനെ മിക്കവാറും അലക്കാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. പക്ഷെ അറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. ചിലപ്പോ അതൊക്കെ മറിഞ്ഞു തിരിഞ്ഞ് വരാനും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ബിഗ് ബോസ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. കാരണം അവർക്ക് വേണ്ടത് അത് ഒരു കോണ്ടന്റ് ആയിട്ട് നിലനിൽക്കുകയാണ്. അത് കുറച്ചും കൂടെ കൂടുതൽ നേരം ആൾക്കാർ വാച്ച് ചെയ്യണം. അപ്പൊ അതിന്റെയൊക്കെ ബേസിസിൽ അവർ ഭയങ്കര അതിനൊക്കെ അനുസരിച്ചായിരിക്കും അവർ അതിൻ്റെ ഉള്ള വീക്കിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അവർ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ആരിനിട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.